വേടൻ പുതിയ തലമുറൻ്റെ ഒരു നവോത്ഥാന നായകനായിട്ടാണ് ആ കുട്ടി വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഇതൊരു ചതിയാണ്. ആ മദനീനെ അന്ന് കുടിക്കമാരിയുള്ളൊരു പരിപാടിയാണത്. പ്രത്യയശാസ്ത്രത്തിനെതിരെ പോരാടാൻ ആരിറങ്ങിയിട്ടുണ്ടോ അവരെ നേരിടുന്ന സമയത്ത് നമ്മൾ പൂർണ്ണമായിട്ട് ശരിയായിരിക്കണം. നമ്മൾ സുഖാസക്തി ഉണ്ടാവരുത്, സ്വാർത്ഥത ഉണ്ടാവരുത്. ഒരു 96 വയസ്സുകാരൻ്റെ ഒരു ഉപദേശം. വേടൻ ഇവരുടെ ഒരു കണ്ണിൽ കരടാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അത് മാത്രമല്ല, അയാളെ സംബന്ധിച്ചിട്ട് പത്രത്തിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാൻ പറ്റി. ആ ഒരു നവോത്ഥാന പുതിയ തലമുറൻ്റെ ഒരു നവോത്ഥാന നായകനായിട്ടാണ് ആ കുട്ടി വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇതൊരു ചതിയാണ്. ആ മദനീനെ അന്ന് കുടിക്കമാരിയുള്ളൊരു പരിപാടിയാണിതെന്ന്. അതുകൊണ്ട് ഒരു പത്രസമ്മേളനം ഉടനെ വിളിക്കണമെന്ന് എനിക്ക് തോന്നി. നാളെ ആക്കാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് അവനെ റിമാൻഡ് വേണ്ട എന്നുള്ള രീതിയിൽ കോടതിൻ്റെ ഇത് വന്നു. അപ്പം അത് മാസത്തിൽ ഒരു ചതി തന്നെയായിരുന്നു. അതായത് ഫ്യൂഡൽ, അതായത് എക്സിക്യൂട്ടീവിൽ മാത്രമല്ല, ഈ എനിക്കറിയാം ഭരണകൂടത്തിലുള്ളവരും എത്രമാത്രം ഈ സവർണ പ്രത്യയശാസ്ത്ര വിധേയരാണെന്ന് എനിക്കറിയാം. അപ്പം പിന്നീട് അവരെ ഒഴിഞ്ഞളിഞ്ഞിരിക്കുക. ജനങ്ങളുടേതായിട്ടുള്ള പ്രതിരോധം വന്നപ്പം അവർ ഞങ്ങളല്ല എന്ന് മന്ത്രിയൊക്കെ ശശീന്ദ്രനൊക്കെ പറയുന്ന അങ്ങനെയാണ്. എന്തായാലും ഇവരെല്ലാവരും കൂടി ചേർന്നും കൊണ്ട് അവനെ ഒന്ന് അമർത്താം എന്ന് വിചാരിച്ചു. അപ്പം എന്നുവെച്ചാൽ അവരുടേതല്ലാത്ത ഒരു ശക്തി ഉയർന്നു വരുന്നതിന് എപ്പോഴും അവർ മറ്റേത് രാഷ്ട്രീയ പാർട്ടിനേക്കാളും നന്നായിട്ട് അടിച്ചൊതുക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട്. അതിൽ കേരളത്തിൽ അവർ വിജയിച്ചിട്ടുണ്ട്. അതുമാതിരി തന്നെയാണ് ഈ കാര്യത്തിലും അവർ ഭരണകൂടം കാണിച്ചിട്ടുള്ളത്. പക്ഷേ ആ കാര്യത്തിൽ വേടൻ എന്തായാലും ഒരു സറണ്ടറാണ് നടത്തിയത്. എങ്കിലും എന്നാലും ഞാൻ അയാളെ പിന്തുണയ്ക്കുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അയാൾ പറയുന്നത് ശരിയാണെന്നും പുതിയ യുവത്വത്തിൻ്റെതായിട്ടുള്ള ഒരു നവോത്ഥാന പ്രവർത്തനമാണ് അതെന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് വേടനെ സംബന്ധിച്ചിടത്തോളം വേടൻ മുന്നോട്ട് പോകട്ടെ, വേടൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ മുന്നോട്ട് പോകട്ടെ. അത് ഈ കേരളത്തിലെ പുതിയ തലമുറക്ക് ഉപകരിക്കും, നാടിന് ഉപകരിക്കും. മറ്റൊന്ന് എനിക്ക് വേടനോട് പറയാനുണ്ട്. ഇത് ഏത് നിലവിലുള്ള സമൂഹത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിനെതിരെ പോരാടാൻ ആരിറങ്ങിയിട്ടുണ്ടോ അവരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ആ പ്രത്യയശാസ്ത്രത്തിന് നിലവിൽ ഭയങ്കര ശക്തിയുണ്ട്. അവരെ നേരിടുന്ന സമയത്ത് നമ്മൾ പൂർണ്ണമായിട്ട് ശരിയായിരിക്കണം. അല്ലെങ്കിൽ അവർ ബ്ലാക്ക് മെയിൽ ചെയ്യും. നമ്മൾ സുഖാസക്തി ഉണ്ടാവരുത്, സ്വാർത്ഥത ഉണ്ടാവരുത്. ഈ ശത്രു വലിയവനായിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മളെടുത്ത് ഒരു തെറ്റ് വരാൻ പാടില്ല. നമ്മൾ സ്വാർത്ഥികളാവാൻ പാടില്ല. നമ്മൾ ആഗ്രഹങ്ങളെ പിന്നെ പോകുന്നവരായിക്കൂടാ, ആഗ്രഹങ്ങളെ സംയമനം ചെയ്യുന്നവനായിരിക്കണം. ഈ കാര്യം ഏത് നവോത്ഥാന പ്രവർത്തകനും ഓർമ്മിച്ചിരിക്കണം എന്ന് ഈ നമ്മുടെ വേടനോട് ഒരു ഉപദേശം, ഒരു 96 വയസ്സുകാരൻ്റെ ഒരു ഉപദേശം. എന്നെ സ്നേഹിക്കുന്ന, എന്നെ കാണാൻ നിങ്ങളുടെ വിലപ്പെട്ട സമയം ചിലവാക്കി ഇവിടെ വന്നിരിക്കുന്ന എൻ്റെ കൊച്ചനിയന്മാർക്കും അനിയത്തിമാർക്കും എൻ്റെ ചേട്ടന്മാർക്കും അമ്മമാർക്കും എല്ലാവർക്കും നന്ദി. ഹേമന്ത്, എനിക്കൊരു കവിത എഴുതിയാൽ പോലും തീരാത്തത്ര നന്ദി നിങ്ങളോട്. ഞാൻ ഇനിയും വരും നിങ്ങളുടെ മുന്നിൽ. അടുത്ത പ്രാവശ്യം കാണാൻ പറ്റും. പോയിട്ട് വരാം. അപ്പോൾ